ഹായ്, എല്ലാവർക്കും ചക്ക ഇഷ്ടമല്ലേ? അപ്പം തീർച്ചയായിട്ടും ചക്കയുടെ ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പം ഇന്നൊരു അടിപൊളി ചക്കയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വൈകുന്നേരത്തെ ചായയുടെ കടിയിലേക്കൊക്കെ സൂപ്പറാണ് കേട്ടോ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയുടെ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടോ നോക്കിയാലോ? അപ്പോൾ ഇത് 20 ചക്കച്ചുള എടുത്തിട്ടുള്ളത്, അത് കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ബൗള് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 2 ആണി ശർക്കരയുണ്ട്. പിന്നെ നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനി ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. 2 ആണി ശർക്കരേനെ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ ചക്കയൊന്ന് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ചക്കയിടയ്ക്ക് നമ്മൾ ഇടനയിലാട്ടോ ചക്കയുടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നല്ല ഇടനയില പൊട്ടിച്ചെടുക്കാവേ. നല്ല വലുപ്പമുള്ള ഇടനയില വേണം കേട്ടോ ചക്കയിടയ്ക്ക്. അതാ ഈ ഇടനയിലയിൽ നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ നല്ല സ്വാദാണ് കേട്ടോ. ഇടനയിലയുടെ ആ സ്മെല്ല് ഭയങ്കരമായിട്ടുണ്ടാവും, അടിപൊളിയാണ്. അപ്പോൾ ദേ നമ്മുടെ ചക്ക നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഡവറയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് വരിക്ക ചക്കയാണ് കേട്ടോ. പിന്നെ പഴഞ്ചക്കയാണെങ്കിൽ ഇതുപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുരു കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാ ഇതിലേക്ക് നല്ല വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇച്ചിരിച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നേ. ഇപ്പോൾ കുറച്ച് ഇട്ടു, ബാക്കി ഇനി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ലേ. അപ്പോൾ ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ അരിപ്പൊടിയുടെ ആവശ്യമുണ്ടേ. അപ്പോൾ കുറച്ചുകൂടെ അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി ഇനി നോക്കിയിട്ട് ഇടാമേ. നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഇതിൽ ഏലക്കാപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മുടെ ഇടനയിലയുടെ ഇല ആയതുകൊണ്ട് നല്ല മണം ഉണ്ടാവും. അപ്പോൾ ഏലക്കാപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല. ഇടനയില അറിയാലോ, ഇല നല്ല സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏലക്കാപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ബാക്കിയുള്ള അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ. അപ്പോൾ 1/4 ബൗള് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശർക്കര 2 ആണി ശർക്കര കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട്. നല്ല മധുരമുള്ള ചക്കയാണ്, അപ്പോൾ അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. കുറച്ച് ശർക്കരപ്പാനി ഒഴിക്കുന്നുള്ളേ, അത് മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചക്കയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയും കൂടെ ഇടണം കേട്ടോ, മറന്നുപോയി. അപ്പോൾ ഇതാ ഒരു മുറി തേങ്ങ ചിരണ്ടിയത് അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിലും രുചി ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നെയ്യ് ചേർത്ത് കൊടുക്കുന്നവരുമുണ്ട്, നല്ല രുചിയാണേ.
നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാമേ. നമുക്കിനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മളിത് തുറക്കാൻ പോവാം കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് ആവിയിൽ വെച്ചിട്ട്. നല്ല ഇടനിലയുടെ മണം വരുന്നുണ്ടേ. ഇപ്പം ഈ അടുക്കള നിറയെ ഇടനിലയുടെ മണമാണ് കേട്ടോ. വാവ്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചക്കയുടെ ഇവിടെ റെഡി ആയിണ്ടേ. ആ എങ്ങനെയുണ്ട്? സൂപ്പറാ. ഇച്ചും കൂടെ നോക്കാം. ആമിമോള് ഉറങ്ങല്ലേ, ആമിക്ക് എടുത്ത് വെക്കണ്ട കേട്ടാ. നിങ്ങൾ കഴിച്ചോളിട്ടാ.